നിങ്ങൾ ലിങ്ക് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ വിസ പ്രോസസ്സിങ് നടക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് PR കിട്ടണം എന്നും പറഞ്ഞ ആ ഒരു വിഷയത്തെയാണ്, വ്യക്തിപരമായ വിഷയത്തെയാണ് മാത്രമാണ് നിങ്ങൾ ലിങ്ക് ചെയ്യണമെന്നെങ്കിൽ ഉടമ്പടി കിതക്കും. പറയണ അത്രയ്ക്ക് പെട്ടെന്ന് വർക്കൗട്ട് ചെയ്ത് കയറത്തില്ല ഇത്. കാര്യം ഇത് എപ്പോഴും നമ്മൾ ഇത് എവിടെ നിന്നാണ് ഇതിൻ്റെ സോഴ്സ് വരണമെന്ന് നോക്കണം. അപ്പോൾ അതുകൊണ്ട് രണ്ടാമതെടുത്ത് മാറ്റിക്കുത്തണം. ഇപ്പോൾ നമ്മൾ ഒരു ലൈൻ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ലൈൻ കുത്തും. ആ ലൈനും പോയി കഴിഞ്ഞാൽ അടുത്ത ലൈൻ കുത്തും. അതാ 3 ഫേസിൻ്റെ ഒരു ഗുണം അതാണ്. അപ്പോൾ നിങ്ങളിത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള പ്ലഗിങ് നടത്തണം. ഇതിൻ്റെ ഒരു മെക്കാനിസം പ്രോപ്പർ പ്ലഗിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ വിഷയവുമായിട്ടാണ് ഉടമ്പടി അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അങ്ങ് അറ്റാച്ച് ചെയ്ത് വർക്ക് ചെയ്യത്തില്ല. ഇത് പ്ലഗ് ചെയ്യേണ്ടത് അമ്മയുടെ പ്രത്യക്ഷീകരണമായിട്ടാണ് പ്ലഗ് ചെയ്യേണ്ടത്. നിങ്ങളെന്താ ദൈവത്തോട് പറയേണ്ടത്? ഉടമ്പടി എടുത്തുകൊണ്ട് എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ. അതാണ് സംഭവം. അപ്പം നിങ്ങൾ മരം അറിഞ്ഞു വേണം കൊടിയിടാൻ. അപ്പം അതുകൊണ്ട് ഈ കൊടി നശിക്കണമെമ്പോൾ മരം നശിക്കണ മരങ്ങളില്ലേ, അങ്ങനെ ഇടത്തില്ല. അത് കൊടിയുടെ കാലം കഴിഞ്ഞാലും മരം നിൽക്കണ കാണാം. കാരണം മരം അറിഞ്ഞ് കൊടിയിടണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. അപ്പം അതുകൊണ്ട് കൊടിയെന്ന് പറയുന്നത് എന്താണ്? കുരുമുളക് കൊടി. കിഴക്കുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാകും, പടിഞ്ഞാറുള്ളവർക്ക് കൊടിയെന്ന് വെച്ചാൽ പെട്ടെന്ന് ഈ മാർക്സിസ്റ്റ് പാർട്ടിക്കാരുടെയും കോൺഗ്രസ്സുകാരുടെയും കൊടിയെന്നേ മനസ്സിലാകത്തുള്ളൂ. അപ്പം മരം അറിഞ്ഞ് കൊടിയിട്ടെന്ന് പറഞ്ഞാൽ കുരുമുളക് കൊടിയുടെ കാര്യമാണ് പറയുന്നത്. അത് വല്ല കൊന്നപ്പത്തലേയും കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ശരിയാകത്തില്ല. അപ്പം അതുകൊണ്ട് അച്ഛൻ്റെ അഭിപ്രായത്തിൽ പ്ലഗിങ് സൂക്ഷിക്കണം. അമ്മയുടെ പ്രത്യക്ഷീകരണമാണ് അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ അംഗീകരിക്കാൻ എന്നെ കൂടി അതിൻ്റെ എൻ്റെ പ്രാർത്ഥന കൂടി അമ്മ സ്വീകരിക്കണം. ദൈവമേ, അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുക്കാൻ വേണ്ടി ഞാൻ ഈ പത്രം കൊടുക്കുന്നു, ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലുന്നു. അപ്പോൾ ഇതെല്ലാം അപ്പോഴും ജെന്യൂനായിട്ടുള്ളൊരു പ്ലഗിങ് വരും അവിടെ. ജെന്യൂൻ പ്ലഗിങ് വന്നാൽ പിന്നെ നമ്മൾ ഇത്രയും കിതക്കേണ്ട കാര്യമില്ല. ഇപ്പം അതെല്ലാം വളരെ പെട്ടെന്ന് മെക്കാനിക്സായിട്ട് ചെയ്യണ കാര്യങ്ങൾ. ഇപ്പം നമ്മൾ മീൻ വെട്ടണം, നമ്മൾ കത്തിയെടുത്ത് നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ തല ചീവി കാല് വെട്ടി അതിൻ്റെ ചിറക് വെട്ടിയൊക്കെ ഇരിക്കട്ടെ. ഇപ്പം അങ്ങനെ അപ്പം ചൈനയിലൊരു മെഷീൻ കണ്ടില്ലേ, ഒരു മീനങ്ങോട്ട് ഇറക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വെട്ടിക്കഴുകി മെഷീനിങ്ങോട്ട് തരും. ഇപ്പം പോയി അത് മേടിക്കണ്ട, അവിടെ ഇരിക്കുക, ധ്യാനം കഴിഞ്ഞിട്ട് പോവുക. അപ്പോൾ അത് കാലം മാറി. അല്ലെങ്കിൽ നമ്മളൊരു മീനുമായിട്ട് എത്ര നേരം ഇരിക്കണം? അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ പ്ലഗിങ് ജെന്യുവിനാണെങ്കിൽ പെട്ടെന്ന് സ്പീഡപ്പ് ആവും. നമ്മളുടെ കാര്യത്തിനാണിത് വെക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് അതിൻ്റെ അകത്ത് എന്താ കാര്യം? അതുകൊണ്ട് ദൈവം അതിൻ്റെ അകത്ത് ഇൻട്രസ്റ്റ് കാണിക്കത്തില്ല. അപ്പം അതുകൊണ്ട് ജെന്യുവിൻ പ്ലഗിങ് ഒരു പ്രധാനപ്പെട്ടതാണ്. അത് ആത്മാർത്ഥമായിട്ട് വേണം ഇത് പ്ലഗ് ചെയ്യാൻ. അത് നിങ്ങളും നിങ്ങളുടെ ഒരു ആവശ്യമായിട്ട് തോന്നണം. അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുക്കുന്നത് ദൈവത്തിൻ്റെ ആവശ്യമാണത്. പക്ഷെ അത് നമ്മുടെ ആവശ്യമാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമാകും. ഈ ദൈവത്തിൻ്റെ സ്വന്തമായി കഴിഞ്ഞാലുള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ കാര്യം കുറച്ച് സിമ്പിളാവും. ഞാൻ പറഞ്ഞു റോസ് ബെയിനിയുടെ കാര്യം പറഞ്ഞില്ലേ, റോസ് ബെന്നിയുടെ കാര്യം ബെന്നി പറയും, എന്ത് ചെയ്യും റോസേ, നമ്മെങ്ങനെ ജീവിക്കും, ഈ മഴയൊക്കെ കണ്ട മഴ മാറുന്ന ലക്ഷണമില്ല എന്നൊക്കെ പറയും. അപ്പോൾ റോസ് പറയും, നമ്മൾ അമ്മയുടെ ഉപ്പല്ലേ കൊണ്ടുവന്ന് ഇട്ടിരിക്കണത്, അപ്പോൾ ഇതിന്ന് നമുക്ക് തരാതിരിക്കുക, താഴെ പണി ചെയ്യും, കുർബാനെ കൊണ്ട് കാശ് കൊടുത്തിട്ട് എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിക്കാൻ പറയും. അപ്പോൾ എന്ത് ഒരു ക്രൈസിസ് ടൈമിൽ വൈഫ് എന്ന് പറയുന്ന ഒരു യഥാർത്ഥ വൈഫായിട്ട് അങ്ങോട്ട് മാറുകയാണ്. ഇത് അതായത് ഈ ക്രൈസിസ് ടൈമല്ലേ ഇത്. 9 ഏക്കറുണ്ട്, അത് പോയി കഴിഞ്ഞാൽ പിന്നെ ഇനി കടം മേടിച്ചാലേ വിത്ത് കിട്ടത്തുള്ളൂ വിതക്കാൻ വേണ്ടി. അപ്പോൾ ഈ ന്യൂനമർദ്ദം കയറി തലക്ക് മുകളിൽ തൂങ്ങുമ്പോൾ എന്താ പറയണത്, താനത് ഒരു കുർബാനക്കൊണ്ടേ കാശ് കൊടുക്കുക. കുർബാനക്കൊണ്ടേ കാശ് കൊടുക്കാൻ പറയുന്നത് എന്താണ്? പൂർവികർ ഇല്ലേ നമുക്ക്, അവരുടെ സ്വത്താണല്ലോ നമ്മൾ തിന്നണത്. അത് ബോധമുണ്ടാണ് അതിനെക്കുറിച്ച്. ഇനി അപ്പനും തന്നില്ല, അമ്മാമ്മ തന്നില്ല, അപ്പാപ്പൻ തന്നില്ലെന്ന് പറയരുത്. നമ്മുടെ തടി തന്നെ അവർ തന്നതാണ്. ഇല്ലേ? ആർക്കും നിഷേധിക്കാൻ പറ്റുമോ?
അതാണ് പൂർവികരുടെ ഇനി ആത്മകാര്യങ്ങളുടെ കാര്യം ഇപ്പോൾ ചെയ്യാൻ പറയും. അതൊക്കെ ഒരു ജ്ഞാനമല്ലേ ഈ റോസ് പറയണത്. എന്നുവെച്ചാൽ അപ്പൂപ്പന്മാർക്ക് ആർക്കെങ്കിലും ദൈവദൃശ്യൻ്റെ കടമുണ്ടെങ്കിൽ നിങ്ങൾ പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുക. എന്നിട്ട് എല്ലാ ദിവസവും എൻ്റെ ഇവിടെ പള്ളി വാ. അപ്പോൾ ഉടനെ ബെന്നി പിന്നെ അവർ വിശ്വാസമുള്ളവർ പിന്നെ അവളുടെ വിശ്വാസം കണ്ടപ്പോൾ ബെന്നിക്കും തോന്നി എന്നാൽ അവളുടെ കൂടെ പള്ളിയിൽ പോകാം, കുർബാനയ്ക്ക് പൈസ കൊടുക്കാം. അങ്ങനെ അവർ കൊടുത്ത് എന്നിട്ട് ബെന്നി രണ്ടാമത് കൊന്ത് ഇതിന് ചുറ്റും. റോസിന് പണ്ടേ ചെയ്തൊരു പണിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാടത്തിൻ്റെ 9 ഏക്കർ അവൾ നടക്കും കൊന്തേലിക്കൊണ്ട്. അത് ഞാറ് ഉണ്ടായ കാലം മുതൽ ചെയ്യണ കാര്യമാണ്. അപ്പം അവരത് ആപ്ലിക്കേഷൻ ചെയ്യണം അങ്ങനെയാണ്. അപ്പം നിങ്ങൾക്ക് വേണ്ടി ചോദിക്കും, ഇത് വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ, നാട്ടുകാരെ കാണിക്കണമെന്ന് ചോദിക്കും. ചില കാര്യങ്ങൾ നാട്ടുകാരെ കാണിക്കണം നമ്മൾ. അതിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാൻ എളുപ്പമാണ്, നമുക്ക് മുടക്കമൊന്നുമില്ല. എന്നുവെച്ചാൽ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാൻ എന്താ, നമ്മുടെ ആ കസേര മറിച്ചിട്ട് അങ്ങോട്ട് കാലം കയറ്റി ഇരുന്നാൽ പോരെ, ഇത് വലിയ കുഴപ്പമുണ്ടാ. ഇങ്ങനെ ഈ ഒരു പ്രാർത്ഥന ഒരിക്കലും വിജയിക്കത്തില്ല. ഞാനാണ് ദൈവമെങ്കിൽ ആ കസേര വലിച്ച് നിങ്ങളുടെ തലക്കെട്ടടിക്കും. എന്താ കാര്യം, നന്ദികേടല്ലേ ശരിക്കും പറഞ്ഞാൽ. ദൈവം ആരാണെന്ന് പോലും അറിയാൻ പാലാതെ തന്നെ കസേരക്ക് എഴുന്നിട്ട് മറ്റേ കാലെടുത്ത് ടീപ്പോ ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. അതാർക്കാൻ പറ്റാത്തത്? നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് തോന്നണ്ടേ ഇത് പ്രാർത്ഥിക്കണമെന്ന് തോന്നണ്ടേ? അത് ഭയങ്കര സീരിയസ് ആയ വിഷയം. നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ മിണ്ടായിരുന്നാൽ മതി. ഈ ആട് പ്രസവിക്കാൻ കിടക്കണവരെ കിടക്കരുത്. നിങ്ങൾക്ക് ആവതില്ല എന്നൊക്കെ ശരിയാണ്. ആവതില്ലാത്ത ആവതിന് ദൈവത്തിന്, എൻ്റെ മക്കൾ, ഇതിൻ്റെ റിസ്ക് എന്ന് പറയണത് ദൈവത്തിന് ഒന്ന് ബോധ്യപ്പെടുത്തി എടുക്കണം. അതാണ് ഒരു പ്രശ്നം. ദൈവത്തിന് ഒന്ന് ബോധ്യപ്പെടുത്തി നിങ്ങൾ, അതായത് ഒരു പ്രാർത്ഥന വിജയിക്കണമെങ്കിൽ അതിൻ്റെ ആദ്യത്തെ റിസ്ക് ദൈവത്തെ ബോധ്യപ്പെടുത്തി എടുക്കുന്നതാണ്. ദൈവത്തെ ബോധ്യപ്പെടുത്താൻ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് തലക്ക് ഭ്രാന്ത് പിടിക്കും. എന്ന് വെച്ചാൽ കർത്താവ് പറയും, നിങ്ങൾ വെള്ളമടിച്ച കുഴിമാടങ്ങളാണ്. സിമ്പിളായിട്ട് പറഞ്ഞാണേ, നമുക്ക് കിട്ടിയിരിക്കണ ഒരു ബിരുദമാണ് വെള്ളമടിച്ച കുഴിമാടങ്ങളാണെന്ന്. എന്നിട്ടെന്ത് പറയും, നിങ്ങളുടെ പുറമേ നല്ല വിശുദ്ധിയായിട്ടൊക്കെ ഭംഗിയായിട്ടിരിക്കും, അകമോ എന്ന് പറയും. അകം, അതാണ് കുഴപ്പം. ഈ സ്കാനിങ് കണ്ടുപിടിച്ച കർത്താവാണേ. ഈ ആൾ വരുമ്പോൾ തന്നെ സ്കാൻ ചെയ്യും, അതാണ് കുഴപ്പം. ഇതുകൊണ്ട് ദൈവത്തെ വിശ്വസിപ്പിച്ചെടുക്കാൻ വലിയ പാടാണ്. സ്കാനിങ് യന്ത്രം പണ്ട് വരെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുകയാണ്. നിങ്ങളുടെ അകമോ, അതിൻ്റെ എക്സ്റേ കോപ്പി എടുത്ത് പറയും കവർച്ച, ദുഷ്ടത, മത്തായി 23:27 വചനങ്ങൾ. കപടനാട്യക്കാരായ നിയമജ്ഞരെ ഫരീസേരെ നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടങ്ങൾക്ക് സദൃശ്യരാണ്. അവ പുറമേ മനോഹരമായി കാണപ്പെടുന്നെങ്കിലും അവയ്ക്കുള്ളിൽ മരിച്ചവരുടെ അസ്ഥികളും സർവ്വവിധ മാലിന്യങ്ങളും നിറഞ്ഞു കിടക്കുന്നു. അതുപോലെ ബാഹ്യമായി മനുഷ്യർക്ക് നല്ലവരായി കാണപ്പെടുന്ന നിങ്ങൾ ഉള്ളിൽ കാപട്യവും അനീതിയും നിറഞ്ഞവരാണ്. അതിന് അകമോ എന്നുള്ള വാക്കെടുത്ത്, അകമോ. ലൂക്ക 11:39 ഏറ്റു പറഞ്ഞ, അപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞു, ഫരീസ്യരായ നിങ്ങൾ കോപ്പകളുടെയും പാത്രങ്ങളുടെയും പുറം കഴുകി വെടിപ്പാക്കുന്നു. നിങ്ങളുടെ അകമോ കവർച്ചയും ദുഷ്ടതയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഈ അകം ഒരു പ്രശ്നമാണ്. കർത്താവ് ഈ ആളെ, നമുക്ക് ദൈവത്തെ വിശ്വസിപ്പിക്കാനുള്ള കുഴപ്പം, ഈ ദൈവം ഇങ്ങനെ നമുക്കൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ, ഇന്നലെ ഇവിടെ ഒരു ഫോട്ടോഗ്രാഫർ ഇവിടെ വന്നായിരുന്നു.
അയാൾ എന്നോട് പറഞ്ഞു, അച്ഛാ ഇതിൻ്റെ 3D എടുക്കാൻ നമുക്ക്, ഇത് പിന്നെ 360 ഡിഗ്രി ഇത് റൊട്ടേറ്റ് ചെയ്യേണ്ട രീതി എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കത് വെബ്സൈറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരേ സമയത്ത് ഒരു ഫോട്ടോ നോക്കുമ്പോൾ മൊബൈൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുന്നതനുസരിച്ച് കൊണ്ട് ഈ ഒരു ഫോട്ടോയിൽ തന്നെ കൃപാസനത്തിൻ്റെ മുഴുവൻ വർക്കുകൾ കയറി വരും. ഒരു ഫോട്ടോ നോക്കിയാൽ മതി, നല്ലൊരു ടെക്നീഷ്യനാണ് പുള്ളിക്ക്. അപ്പം അതുപോലെ തന്നെയാണ് ഇതുപോലെ ഈ ഈശോൻ്റെ അടുത്ത് വരുമ്പോൾ കുഴപ്പം, ഈ പുറം മാത്രമല്ല അകം കുറേ കാണും, അകം കാണിക്കും. അതാണ് ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയണത്. ദൈവതിരുസന്നിധിയിൽ ഇന്ന് അവളുടെ കുഴപ്പം ഈ ആഗമോ ഇപ്പം കണ്ടില്ലേ 11:30 എന്താ ലൂക്കാ 11:39 ആഗമോ. അതിനകത്ത് നേരത്തെ നമ്മൾ വായിച്ചത് എന്തായിരുന്നു? മത്തായിയുടെ സുവിശേഷം 23:20 അപ്പം ഈശ്വരന് ഉള്ളിലെന്ന് പറഞ്ഞ്, ഇവിടെ ലൂക്ക അകമെന്ന് പറഞ്ഞത്. അപ്പം അകവും ഉള്ളിലും ദൈവം ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്നൊരു സംഭവമാണ്. അതുകൊണ്ടാണ് ഉടമ്പടി നമ്മളെപ്പോഴും നിങ്ങൾ കുമ്പസാരിക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം. കുമ്പസാരത്തിൽ ചെയ്ത പാപങ്ങൾ മാത്രമേ നമുക്ക് കുമ്പസാരത്തിൽ പറയാൻ പറ്റത്തുള്ളൂ. ചെയ്ത പാപങ്ങൾക്ക് അനുതാപം ഉണ്ടെങ്കിൽ ഏറ്റു പറഞ്ഞാൽ അതിൻ്റെ ഗുണമുണ്ടാവും. പക്ഷെ പാപം ചെയ്യാനുള്ള പ്രവണത എന്ന് പറയണത് നമ്മളുടെ നിലപാടാണത്. അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. ഉടമ്പടിയിലൂടെ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നതിനും എനിക്കിവിടെ സാക്ഷ്യം പറയുന്നതിനും മാതാവ് തന്ന ഈ വലിയ അനുഗ്രഹത്തിന് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് ജൂണി മേരി ജോബ്. ഇതെൻ്റെ മോള് മീവൽ മിഥുൻ. ഞങ്ങൾ മണപ്പുറം ഇടവക ലിറ്റിൽ ഫ്ലവർ മോണസ്ട്രി ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2023 മാർച്ച് 6 ഉടമ്പടി എടുത്തത്. ഉടമ്പടിയിലൂടെ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് തന്നു. ആദ്യമായി എനിക്ക് ഇവിടെ സാക്ഷ്യം പറയാനുള്ളത് എൻ്റെ ജോലിയെക്കുറിച്ചാണ്. ഞാനൊരു നേഴ്സാണ്. അപ്പോൾ പല ഹോസ്പിറ്റലുകളിലായി ഒരുപാട് വർഷം, 10-14 വർഷത്തോളം ഞാൻ ജോലി ചെയ്തു. അപ്പോൾ എനിക്ക് ഈ നൈറ്റ് ഡ്യൂട്ടി ഉള്ള ജോലി സത്യം പറഞ്ഞാൽ വളരെ പാടായിരുന്നു. വീട്ടിലെ കാര്യങ്ങളും വീട്ടിലെ എല്ലാ കാര്യങ്ങളും നൈറ്റ് ഡ്യൂട്ടിയുള്ള ജോലിയും എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോലെ എനിക്ക് വളരെ പാടുള്ള കാര്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവേ എനിക്ക് ഈ ഒരു ജോലി മാറ്റി നൈറ്റ് ഡ്യൂട്ടി ഇല്ലാത്തൊരു ജോലി തന്ന് അനുഗ്രഹിക്കണമെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അത് ഞാൻ ഉടമ്പടി എടുത്ത അന്ന് മുതൽ അത് തുടർന്നുകൊണ്ടിരുന്ന് പുതുക്കി വെച്ച് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് അങ്ങനെ പോകുമ്പോഴാണ് ഞാൻ ഇവിടെ ഒരു നഴ്സായ ഒരു മകളുടെ ഒരു സാക്ഷ്യം കേൾക്കാനിടയാകുന്നത്. ആ മകളും ഇതേപോലെ നൈറ്റ് ഡ്യൂട്ടി ഇല്ലാത്തൊരു ജോലി തരണേ എന്ന്, എൻ്റെ അലച്ചിലുകൾ മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അടുത്തുള്ളൊരു സ്കൂളിൽ ആ കുട്ടിക്ക് ജോലി കിട്ടി എന്നുള്ള സാക്ഷ്യം ഞാൻ കേട്ടു. അപ്പോൾ എനിക്കത് വലിയ പ്രചോദനമായി. ഈശോയെ മാതാവെ, കുറച്ച് താമസിച്ചായാലും എനിക്കും അങ്ങനൊരു ജോലി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ 8ാമത്തെ പുതുക്കലിൻ്റെ സമയമായപ്പോൾ മാതാവിനെ പ്രദക്ഷിണത്തിൽ എനിക്ക് കയ്യിൽ കിട്ടി. അപ്പോൾ ആ കിട്ടിയ നിമിഷം മുതൽ മാതാവിൻ്റെ കയ്യിൽ നിന്ന് പോകുന്ന സമയം വരെ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് ആ ജോലി, എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഇല്ലാത്തൊരു ജോലി തന്ന് അനുഗ്രഹിക്കണം, എൻ്റെ അലച്ചിലുകളൊന്ന് മാറ്റിത്തരണേ മാതാവേ എന്ന്. അപ്പോൾ അതിനോടുകൂടെ ഈ സാക്ഷ്യം കേട്ടതിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ അടുത്തുള്ളൊരു സ്കൂളിൽ ഇതേപോലെ അപ്ലൈ ചെയ്തു. അവിടെ അങ്ങനെ ഒരു പോസ്റ്റൊന്നുമില്ല, എന്നാലും ഞാൻ അപ്ലൈ ചെയ്തു ഇങ്ങനെ. അപ്പോൾ ഈ മാതാവിനോട് 8ാമത്തെ ഉടമ്പടി പുതുക്കലിന് ശേഷം ഞാൻ പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ കയ്യിൽ നിന്ന് പോകുന്നവരെ ഞാൻ പ്രാർത്ഥിച്ചു. കൃത്യം 1 മാസത്തിന് ശേഷം ഞാൻ അപ്ലൈ ചെയ്ത സ്കൂളിൽ നിന്ന് എന്നെ തിരിച്ചു വിളിച്ചു. ഇങ്ങനൊരു ജോലി റെഡിയായിട്ടുണ്ട്, പോസ്റ്റ് റെഡിയായിട്ടുണ്ട്, താല്പര്യമുണ്ടെങ്കിൽ കയറിക്കോളാൻ പറഞ്ഞു. ഒത്തിരി താമസിച്ചാണെങ്കിലും എനിക്ക് മാതാവ് അങ്ങനെ ഒരു നല്ലൊരു ജോലി എനിക്കായി കാത്തുവച്ചു. എൻ്റെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന നേഴ്സാണ്. ആ ഒരു പോസ്റ്റിലേക്കാണ് എന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ യോഗ്യതയില്ലാതിരുന്നിട്ടും ഒരു വലിയ പോസ്റ്റ് കൂടി മാതാവ് എനിക്കായി കാത്തുവെച്ചു, ഒരു PRO എന്ന പോസ്റ്റ്.
ആ 2 പോസ്റ്റ് എനിക്ക് മാതാവ് തന്നു. ഒരു നേഴ്സായി എനിക്ക് അങ്ങനെ ഒരു പോസ്റ്റ്, പിന്നെ എനിക്കൊരു ക്യാബിൻ. അങ്ങനെ ഞാൻ വിചാരിക്കാത്തതിനേക്കാളും വലിയൊരു ജോലിയാണ് മാതാവ് എന്നെ തന്നിപ്പോൾ അനുഗ്രഹിച്ചിരിക്കുന്നത്. അതിന് അമ്മ മാതാവിനോടും തിരുക്കുമാരോടും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞത് എൻ്റെ മോളെക്കുറിച്ചാണ്. അവൾക്ക് ശ്വാസമുട്ടലുണ്ടായിരുന്നു. അത് ശ്വാസമുട്ടൽ എന്ന് പറഞ്ഞാൽ നേരത്തെ മുതലുള്ളതല്ല, ഈ ഒരു ഇടയ്ക്ക് വന്നതാണ്. ഒരു 1.5-2 വർഷത്തോളം, 1.5 വർഷത്തോളം കുഞ്ഞിന് ശ്വാസം മുട്ടില്ല. അപ്പോൾ ഞങ്ങൾ 2-3 ഹോസ്പിറ്റലുകളിൽ അത് കാണിച്ചു, ഡോക്ടേഴ്സിനെ കാണിച്ചു. അവർ പറയുന്നത് കുട്ടിക്ക് നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നു. പക്ഷേ ഇവളെപ്പോഴും ശ്വാസം ഇങ്ങനെ ദീർഘമായി വലിച്ചുകൊണ്ടിരിക്കും. അതൊരു ഹാബിറ്റായിട്ട്. അവൾക്ക് പ്രശ്നമൊന്നുമില്ലെന്ന് പറയുന്നതിനും കാണുന്നത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ഞാനിങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് എനിക്ക് തരണം എന്ന്, അത് മാറ്റി തരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉടമ്പടി തൈല നെഞ്ചിൽ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇവളി മുട്ടിൽ 2 കൈയും കുനിഞ്ഞു നിന്ന് ശ്വാസം എടുക്കുന്ന അവസ്ഥ വരെ ഉണ്ടായപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഞാൻ ആ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ ഉറങ്ങുമായിരുന്നു. അപ്പോൾ ഈ അവസ്ഥ കണ്ടപ്പോൾ ഞാൻ ആ കൊച്ചിനെയും കൊണ്ട്, എനിക്ക് വേറെ ആരുമില്ല, എനിക്കിത് മാറ്റി തരണമെന്ന് പറഞ്ഞാൽ ഞാൻ അപ്പം തന്നെ ഇവിടെ വന്നു, കൃപാസനത്തിൽ വന്നു. ഞാൻ എന്നിട്ട് അച്ഛനെ കാണാൻ ടോക്കൺ എടുത്തു. അച്ഛനെ കണ്ടു, ഇങ്ങനെ കാര്യം പറഞ്ഞു. അപ്പം അച്ഛൻ ഇവിടെ ഇതുപോലെ കൊച്ചിനെ സൈത്ത് പുരട്ടി, സൈത്ത് എൻ്റെ കയ്യിൽ തന്നിട്ട് കൊച്ചിൻ്റെ നെഞ്ചിൽ പുരട്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ നെഞ്ചിൽ പുരട്ടി പ്രാർത്ഥിച്ചു. പിന്നെ വീട്ടിൽ ചെന്നപ്പോൾ പിന്നീട് ഇത് കുറഞ്ഞു വരുന്നു, ഇതിൻ്റെ ഫ്രീക്വൻസി കുറഞ്ഞു വരുന്നു. പിന്നെ അത് ക്രമേണ ആ ശ്വാസം മുട്ടലങ്ങ് മാറി. ഇപ്പോൾ കുഞ്ഞിന് ഒരു കുഴപ്പമില്ല, അങ്ങനത്തെ ശ്വാസം മുട്ടലോ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളോ ഇപ്പോൾ ഉണ്ടായിട്ടില്ല, ഉണ്ടാവില്ല. അത് പരിപൂർണമായ സൗഖ്യം ലഭിച്ചു. ഇതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. പിന്നെ മൂന്നാമതെന്ന് പറയുന്നത്, എനിക്ക് ഒരു വീടില്ലായിരുന്നു. ഞങ്ങൾ വാടക വീട്ടിലാണ് 5 വർഷമായിട്ട് താമസിക്കുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഉടമ്പടിയിൽ നിയോഗം വെച്ച് എനിക്കൊരു സ്ഥലം വേണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. എനിക്ക് അങ്ങനെ മാതാവിൻ്റെ ഉടമ്പടിയുടെ മധ്യസ്ഥതയിൽ എനിക്ക് സ്ഥലം മേടിക്കാനുള്ള കൃപ മാതാവ് നേരത്തെ തന്നിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഒരു 1.5 വർഷമായിട്ട് വീട് പണിയാൻ തുടങ്ങി. ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും നല്ലൊരു വീട്. സാമ്പത്തിക പ്രതിസന്ധികളുണ്ടെങ്കിലും അതൊന്നും അറിയിക്കാതെ ഒരു 1.5 വർഷം കൊണ്ട് ഈ വീട് പണി പൂർത്തിയാക്കാൻ മാതാവ് വലിയ അനുഗ്രഹമാണ് തന്നത്. ഈ വീടിൻ്റെ, ഞങ്ങളുടെ വീടിൻ്റെ പെരവാസ്തുലിയാണ് ഈ വരുന്ന ജനുവരി 10-ാം തീയതി. അതിന് മാതാവിനെ ക്ഷണിക്കാനും പരിപൂർണമായി ആ വീട്ടിലേക്ക് മാതാവിനെ ക്ഷണിക്കുവാനും ഞങ്ങളുടെ കൂടെ ഉണ്ടാകുവാനുമായിട്ട് ഞാൻ ക്ഷണിക്കാൻ വന്നതാണ്. ആ വീട് സ്ഥലവും തന്ന മാതാവിന് വലിയ നന്ദി പറയുന്നു. തിരുക്കുമാരനും വലിയ നന്ദി പറയുന്നു. അതെൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം. പിന്നെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ കവിളിൽ ഇടതുവശത്തായിട്ടൊരു ചെറിയ തടിപ്പുണ്ടായിരുന്നു. അത് 1-2 മാസത്തോളം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനെപ്പോഴും, എനിക്ക് ഡോക്ടറെയൊക്കെ കാണാൻ ഭയങ്കര പേടിയായിരുന്നു. എന്താണെന്ന് അറിയത്തില്ല. അപ്പം ഞാൻ ഈ ഉടമ്പടി തൈലം പുറത്ത് കവിളിൻ്റെ പുറത്തും പുരട്ടും, ഉടമ്പടിയുടെ തേന് കവിളിൻ്റെ ഉള്ളിലും പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് നാൾ, അപ്പം എനിക്ക് വിശ്വാസത്തോടെ തന്നെ ഞാൻ പ്രാർത്ഥിക്കും. അച്ഛൻ പറഞ്ഞ പോലെ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാനത് പ്രാർത്ഥിക്കുമായിരുന്നു. ക്രമേണ ആ തടുപ്പിൻ്റെ വലിപ്പം കുറഞ്ഞു വന്നു. ഞാനൊരു ഡോക്ടറെയും കാണിച്ചില്ല. കുറഞ്ഞ് അത് പരിപൂർണമായിട്ടും ഇപ്പോൾ ഭേദപ്പെട്ടു. ഇപ്പം അങ്ങനത്തെ ഒരു മുഴയോ ഒരു തടിപ്പോ ഒന്നും അവിടെ ഇല്ല. അപ്പം അങ്ങനെ നിരവധിയായ വീട്ടിലെ എല്ലാ ആരോഗ്യ പ്രശ്നങ്ങൾക്കും, വീട്ടിൽ ആർക്കെങ്കിലും അസുഖങ്ങളുണ്ടായാലും ഞാൻ ആദ്യം ആശ്രയിക്കുക ഈ ഉടമ്പടി വസ്തുക്കളിലാണ്. ഞാൻ എവിടെയൊക്കെ അത് അപ്ലൈ ചെയ്തിട്ടുണ്ടോ എനിക്കതിന് ഇന്ന് വരെ ഒരു പരിഹാരം ഉണ്ടായിട്ടുണ്ട്. അത് ഉറപ്പാണ്. കുറച്ച് നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇച്ചിരി താമസിച്ചായാലും നമ്മളത് തൊട്ട് ഉപയോഗിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മാതാവ് ഒരു ഉത്തരം തന്നിരിക്കും. അത് മാറിയിരിക്കും. ചെറുതും വലുതുമായ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് എനിക്ക് അത് ഉറപ്പിച്ച് പറയാൻ കഴിയും. അതൊരു പരിഹാരമായിട്ടുണ്ട്. നിത്യമായ ഒരു ആൻറ്റിബയോട്ടിക്കായി എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഞാനത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് അറിയാവുന്നവർക്ക് ഞാനത് കൊടുക്കാറുണ്ട്. പിന്നെ വലിയ ആത്മീയ അനുഗ്രഹങ്ങൾ എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. നിത്യമായി എനിക്ക് കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റുക എന്നുള്ളത്. എനിക്ക് വീടിൻ്റെ അടുത്താണ് ഞാൻ ഈ പറഞ്ഞ ജോലി കിട്ടിയിരിക്കുന്നത്. എനിക്ക് എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാനുള്ള ഒരു വലിയ അനുഗ്രഹം എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. അതിന് ഒരുപാട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ
പിന്നെ എനിക്ക് ബൈബിള് നിത്യേന കൃത്യമായി ഞാൻ അരമണിക്കൂർ ബൈബിള് വായിക്കും. അത് വായിച്ചില്ലെങ്കിൽ എനിക്കിപ്പോൾ അതൊരു ഹാബിറ്റായി തീർന്നത് കൊണ്ട് എനിക്ക് വായിച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈശോയോട് എന്ത് കാര്യം ഉണ്ടായാലും ഈശോയോട് ഒരുമിച്ച് പോകാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. ഈശോയുടെ ഒരു പ്രസൻസ്, അമ്മ മാതാവിൻ്റെ പ്രസൻസ്, എന്ത് തന്നെ പ്രതിസന്ധി ഉണ്ടായാലും ഈ ഉടമ്പടിയിലൂടെ ഈശോ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഒരു പരിഹാരം ഉണ്ടെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. പിന്നെ അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് പത്രം എല്ലാ മാസവും ഞാൻ കൃത്യമായി മുടങ്ങാതെ വാങ്ങിച്ചു കൊടുക്കും മറ്റുള്ളവർക്ക്. പറ്റാവുന്നവരോടൊക്കെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ അച്ഛൻ പറഞ്ഞതുപോലെ ഞാൻ ചെല്ലും, അവരോട് ഞാൻ പറയും. എനിക്ക് മടിയുണ്ടായിരുന്നു ആദ്യമൊക്കെ, പക്ഷെ എന്നാലും ഇപ്പോൾ അതൊരു ശീലമായിട്ടുണ്ട്. അപ്പോൾ അവർ തിരിച്ച് ചോദിക്കും, നിങ്ങൾക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് കിട്ടിയത്? അപ്പോൾ ഞാൻ എനിക്ക് കിട്ടിയത് പറയും. അങ്ങനെ ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികളെന്ന് പറയാനായിട്ട് എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ പൈസ ആവശ്യമുള്ളവർക്ക് ചെറിയ രീതിയിലാണെങ്കിലും ഞാനത് കൊടുക്കും. പിന്നെ വൃദ്ധമന്ദിരത്തിലൊക്കെ പോയിട്ട് അവിടെ അമ്മച്ചിമാരുടെ അവിടെയുള്ള ചേച്ചിമാരുടെയൊക്കെ കൂടെ അവിടെയുള്ള അമ്മച്ചിമാർക്ക് കുളിപ്പിക്കുന്നതിനും അവരുടെ വസ്ത്രങ്ങൾ അലക്കുന്നതിനും അതുപോലെ തന്നെ അവരുടെ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കി കൊടുക്കുന്നതിനും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അതൊക്കെയാണ് എനിക്ക് തന്ന കാരുണ്യ പ്രവർത്തികൾ, ഞാൻ ചെയ്ത കാരുണ്യ പ്രവർത്തികൾ. പിന്നെ ആത്മീയമായിട്ട് ഞാൻ ഒരുപാട് ഉന്നതിയിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ ഉടമ്പടി ജീവിതത്തിൽ തുടരാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ കുഞ്ഞുമകളെയും ഞാൻ ഈ ഉടമ്പടിയിലൂടെ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ തന്നെ വളർത്താനാണ് എൻ്റെ ആഗ്രഹം. പിന്നെ അമ്മ മാതാവിൻ്റെ കൈ പിടിച്ച് ഈശോയോടൊപ്പം ഈ നിത്യജീവിതത്തിലേക്കുള്ള ഈ യാത്രയിൽ യോഗ്യതയില്ലായിരുന്നിട്ടും എന്നെയും എൻ്റെ കുടുംബത്തെയും മാതാവ് തിരഞ്ഞെടുത്തതിന് ഒരുപാട് തിരുക്കുമാരനും മാതാവിനും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട്, എൻ്റെ ഈ സാക്ഷ്യം പറയാനായിട്ട് എന്നെ അനുവദിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈശോയ്ക്ക് ഈ സാക്ഷ്യം സമർപ്പിക്കുന്നു. താങ്ക് യു. ആദ്യമേ തന്നെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. എൻ്റെ പേര് ഷിനു, ഞാൻ എറണാകുളം ജില്ലയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ മകൾ നിതുന സജീവൻ. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2024 മെയ് 30-നാണ്. ഞാൻ യൂട്യൂബ് വഴിയാണ് ഈ ആലയത്തെക്കുറിച്ചും പരിശുദ്ധ അമ്മയെക്കുറിച്ചും അറിയുന്നത്. എൻ്റെ ആദ്യത്തെ നിയോഗം എന്ന് പറഞ്ഞാൽ എൻ്റെ മോൾക്ക് ഒരു MBBS സീറ്റ് എന്നുള്ളതായിരുന്നു. ഒരുപാട് ട്രൈ ചെയ്തിട്ടും കിട്ടാതിരുന്ന ഒരു സീറ്റായിരുന്നു അത്. ഒരുപാട് ടഫായിട്ടുള്ള ഒരു എൻട്രൻസ് എക്സാമാണ് നീറ്റ്. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് മാതാവിനോട് പ്രാർത്ഥിച്ചു. എക്സാമിൻ്റെ തലേ ദിവസം ഹാൾ ടിക്കറ്റ് ഇവിടെ വന്ന് കൊണ്ടുവന്ന് അമ്മയെ മുട്ടിച്ച് പ്രാർത്ഥിച്ചു. പിന്നെ ഉടമ്പടി വസ്തുക്കളായ തൈലവും തേനും ഉപ്പും ഒക്കെ ഉപയോഗിച്ചാണ് മോള് പഠിച്ചിരുന്നത്. പരീക്ഷയ്ക്ക് കയറുമ്പോൾ കാശ് രൂപമൊന്നും കയറ്റാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. അത്രയ്ക്ക് സ്ട്രിക്റ്റാണ് ഈ എക്സാം. എന്നാലും ഞാൻ തൈലം ഉപയോഗിച്ച് നെറ്റിയിൽ കുരിശ് വരച്ചും ഉടമ്പടി ഉപ്പ് ഇട്ട് വായിലിട്ട് കൊടുത്തും കയ്യിൽ കുറച്ച് അവരറിയാതെ കൊണ്ടുപോയി അകത്ത് നിന്നാണ് ഇവർക്ക് എഴുതാനുള്ള പേന കൊടുത്തിരുന്നത്. ആ പേനയിൽ മുട്ടിച്ച് അങ്ങനെയാണ് എക്സാം എഴുതിയത്. പക്ഷേ എക്സാം 5-8 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കിയാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു എക്സാമായിരുന്നു ഈ വർഷം നടന്നിരുന്നത്. അമ്മയുടെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന ഇതിലാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നത്. പരീക്ഷ കഴിഞ്ഞപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതിനുശേഷമാണ് കോച്ചിങ് സെൻറ്ററിൽ നിന്നൊക്കെ പറഞ്ഞത് ഈ വർഷം പൊതുവെ എക്സാം ടഫായിരുന്നു, പേടിക്കണ്ട, കട്ട് ഓഫ് ഏകദേശം ഇത്രയായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ മോള് പറഞ്ഞു നമുക്കന്ന് എവിടെയെങ്കിലും ഒരു സീറ്റ് കിട്ടുമായിരിക്കുമെന്ന്. എന്നാലും ഞങ്ങൾക്കൊരു വിഷമം ഉണ്ടായിരുന്നു. ഒരു ഗവൺമെൻറ് സീറ്റ് കിട്ടണമെന്നായിരുന്നു മോളുടെ ലക്ഷ്യം. അത് കിട്ടില്ലല്ലോ എന്നോർത്ത് അവൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോഴും ഞങ്ങൾ ശക്തമായി മാതാവിനെ പ്രാർത്ഥിച്ചു. എൻ്റെ മോൾക്ക് നല്ലൊരു സീറ്റ് തന്നെ കിട്ടണമെന്ന് മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. അങ്ങനെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു.
ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ അവൾക്ക് സെൽഫ് ഫിനാൻസിലാണ് കിട്ടിയത്. അപ്പോഴും ഞങ്ങൾ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഇവിടെ പ്രാർത്ഥിച്ചു. അങ്ങനെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പുതിയതായിട്ട് 2 ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് വന്നു. ഞങ്ങൾ അലോട്ട്മെൻറ്റ് കയറ്റി വെച്ചു. എൻ്റെ മോൾക്ക് കിട്ടി. അത് മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ്. ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. ഇതുകൂടാതെ തന്നെ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ മാതാവ് വഴി നടന്നു കിട്ടിയിട്ടുണ്ട്. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കൃപാസനം പേപ്പർ എല്ലായിടത്തും രോഗികൾക്കും ഇത് റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ ഞങ്ങൾ കൊടുക്കുമായിരുന്നു. നമുക്ക് കിട്ടിയ അനുഭവങ്ങൾ പറഞ്ഞാണ് കൊടുക്കുന്നത്. പിന്നെ വിവാഹ സഹായം, പൊതിച്ചോറ്, ഇതൊക്കെ ഞാൻ കാരുണ്യ പ്രവൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. ഉടമ്പടി എടുത്തതിന് ശേഷം നമുക്ക് കാരുണ്യ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഇതിലൂടെ പഠിച്ചു. ഈശോയിനും കൃപാസന മാതാവിനും 1000 നന്ദി. എനിക്ക് ഒരു MBBS സീറ്റ് ലഭിച്ചത് മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. മാതാവാണ് എനിക്ക് സീറ്റ് തന്നത്. അതിന് ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് വട്ടം ട്രൈ ചെയ്തിട്ടാണ് എനിക്കിത് MBBS സീറ്റ് കിട്ടിയത്. അതിന് വളരെ നന്ദിയുണ്ട് മാതാവിനും ഈശോയ്ക്കും. പിന്നെ ഞാൻ മോളുടെ എക്സാമിൻ്റെ തലേ ദിവസം ഹാൾ ടിക്കറ്റുമായിട്ട് പോകാനിരുന്നപ്പോൾ മുട്ടും കുത്തി ഭയങ്കര ഒരു വീഴ്ച, ടൈലയിൽ വീണു. ഞാൻ പേടിച്ചു പോയി. കാരണം ഞാൻ ഈ ഹാൾ ടിക്കറ്റ് അവിടെ എത്തിക്കാതെ എൻ്റെ മോൾക്ക് എക്സാം എഴുതാൻ പറ്റില്ലായിരുന്നു. ഞാൻ ഉടമ്പടി തൈലമെടുത്ത് എൻ്റെ മുട്ടും 2ലും പുരട്ടിക്കൊണ്ട് ഞാൻ അന്ന് കിടന്നുറങ്ങി. അത്ഭുതമെന്ന് പറയട്ടെ, നേരം വെളുത്തപ്പോൾ എനിക്ക് വീണ ഒരു ആ വീഴ്ചയുടെ ആ ഒരു യാതൊരുവിധ ലക്ഷണങ്ങളും എനിക്ക് ഉണ്ടായിരുന്നില്ല. അമ്മയുടെ കൃപ കൊണ്ട് മാത്രമാണ്, അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഹിന്ദുക്കളാണ്. പിന്നെ നമ്മൾ ഉടമ്പടി എടുത്തപ്പോൾ കൂടുതൽ കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഉടമ്പടിയിലൂടെ തന്നെ ജീവിതം മുന്നോട്ട് പോകുന്നു. ഡെയിലി 5:30 എഴുന്നേറ്റ് ഡെയിലി ബ്രെഡ് കൂടാറുണ്ട്. എല്ലാത്തിനും ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.